സാർ നമസ്കാരം. നമസ്കാരം. കേരളം ഇപ്പോ പാമ്പുകളുടെ വിളയാട്ട ഭൂമിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുക. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേൾക്കുന്ന വാർത്തകൾ ഭീതിപ്പെടുത്തുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ്, കഴിഞ്ഞ ആഴ്ചയാണ് ചാലക്കുടിക്കടുത്ത് കോടാലി എന്ന് പറയുന്നൊരു സ്ഥലം, ഏതാണ്ട് അതിരപ്പള്ളിക്ക് പോകുന്നതിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് ആ സ്ഥലം. അവിടെ ഒരു വീട്ടിലെ 2 കുട്ടികളെയാണ് രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ പാമ്പ് കടിച്ചത്. പാമ്പ് കടിച്ചതാണെന്ന് അവർക്ക് മനസ്സിലായില്ല. കുട്ടികൾ രാത്രി എഴുന്നേറ്റിരുന്ന് വയറുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടിയെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി ചെന്ന് ആ കുട്ടി മരിക്കുന്നു. മറ്റൊരു കുട്ടി 2 ദിവസം വെന്റിലേറ്ററിൽ കിടക്കുന്നു. ഇപ്പോൾ അത് സുഖം പ്രാപിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നുണ്ട്. പാമ്പുകളുടെ ഇനത്തിൽപ്പെടുന്ന ഏറ്റവും കൂടുതൽ വിഷമുണ്ടെന്ന് പറയുന്ന വെള്ളിക്കെട്ടൻ അഥവാ ശംഖുവരയൻ എന്ന പാമ്പാണ് ആ കുട്ടികളെ കടിച്ചത്. ഈ കുട്ടികളെ കടിച്ചതിന് ശേഷം ആ കുട്ടികളുടെ വീടിൻ്റെ ബാത്റൂമിന് പുറകിലൂടെ അവിടെ സ്ഥിരം പാമ്പിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവിടെ വനപാലകരും മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് പാമ്പുകളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരുടെ ബാത്റൂമിൻ്റെ അടിവശം എല്ലാം പൊളിച്ച് പരിശോധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ വരെയുള്ള വാർത്തകൾ. ഇതുപോലെ സമാനമായ മറ്റ് 2 സംഭവങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലും ആലപ്പുഴയിലും നടന്നത്. 2 ചെറിയ കുട്ടികളാണ് അവിടെ പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഈ ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമെല്ലാം നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ സർക്കാർ ആശുപത്രികളിൽ ആന്റിവെനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഡോക്ടേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല. ഏത് പാമ്പാണ് കടിച്ചത്, പാമ്പ് തന്നെ കടിച്ചതാണോ എന്ന് സ്ഥിരീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. പൊതുവെ നമ്മുടെ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാക്കിയായി ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പാമ്പ് കടി ദൈനംദിനമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് വിദഗ്ധന്മാരുടെ ഭാഗത്തു നിന്നും വരുന്ന മറുപടി ഇപ്പോൾ അതിതീവ്രമായ ചൂടാണ്, അതുകൊണ്ട് പാമ്പിന് മാളത്തിലിരിക്കാൻ സാധിക്കുന്നില്ല, അത് പുറത്തേക്ക് ഇഴഞ്ഞു വരും, മനുഷ്യർ തന്നെ അതിൻ്റെ കടിയേൽക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധ കാണിക്കണം, ജാഗരൂകരായിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇത്തരത്തിൽ ഇങ്ങനൊരു ഭീഷണിയുടെ നടുവിൽ ജീവിക്കേണ്ടി വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥ? ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം കേരളത്തിൽ പ്രശ്നമുണ്ടായിക്കൊള്ളുന്നത് വന്യമൃഗങ്ങളുടെ ശല്യമായിരുന്നു. വനയോര പ്രദേശങ്ങളുമായി ജീവിക്കുന്ന ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാതെ വരികയും കൃഷിയിടങ്ങൾ കംപ്ലീറ്റ് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാൻ പാലക്കാട് ഇലക്ഷൻ പ്രചരണവുമായി പോയപ്പോൾ അവിടെ നെൽവയലുകളൊക്കെ തന്നെ പന്നികൾ വന്ന് ആക്രമിച്ച് കംപ്ലീറ്റ് വാഴയും മറ്റു കൃഷികളെല്ലാം നശിപ്പിക്കുന്നതായിട്ട് അവര് പറയുകയുണ്ടായി. അവിടെയുള്ള ഫലങ്ങളൊക്കെ അവർ കടിച്ചു കൊണ്ടുപോകും. അങ്ങനെയുള്ള ഭയങ്കര ഭീകരമായ അവസ്ഥയാണ്. പക്ഷെ പാമ്പുകളുടെ കടിയേറ്റ് മരിക്കുന്നത് ഇത്രയധികം ഭീകരമായി വന്നത് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലാണ്. അതായത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കാരണം അതിഭീകരമായ ചൂടാണ് ഭൂമിയിൽ ഉണ്ടാവുന്നത്. ഈ സന്ദർഭത്തിൽ പാമ്പുകൾ തണുപ്പ് തേടി അല്ലെങ്കിൽ സുരക്ഷ തേടി മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി അവർ വീടുകളിലേക്ക് കയറുകയാണ്. അവിടെ കിടക്കടിയിലായിരുന്നു ഈ പാമ്പ് എന്നാണ് ആ 2 കുട്ടികൾക്ക് പറ്റി. ഒരാൾ മരിക്കുകയും മറ്റാൾ ഹോസ്പിറ്റലാവുകയും ചെയ്ത ശംഖുവരയും കടിച്ച കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ തന്നെ പാമ്പ് ഈ കുട്ടിയുടെ ശരീരം കൊണ്ടുവന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീണ്ടും ഒരു പാമ്പ് എത്തി എന്നുള്ളതാണ്. അത് വീണ്ടും പാമ്പ് എത്തി, വീണ്ടും ഒരു പാമ്പ് വന്നു എന്നാണ് അതിന് ശേഷം വന്നത്. 5 പ്രാവശ്യം പാമ്പിനെ 5 പ്രാവശ്യം പാമ്പിനെ കണ്ടതുമായി വരുമ്പോൾ ഇതേപോലെ തന്നെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഇന്നലെയും മിനിഞ്ഞാന്നിട്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ. അപ്പൊ ഇത് ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ തള്ളിവിടുന്നത്. എന്തുകൊണ്ടാണ് പാമ്പുകൾ ഇങ്ങനെ വരുന്നത് എന്നുള്ളതിന് കുറെ അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് പലർക്കും. നമുക്ക് അറിയാം, ഈ പാമ്പുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള അമ്പലങ്ങൾ, മണ്ണാർശാല പോലുള്ള അമ്പലങ്ങളുണ്ട്. സർപ്പക്കാവുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഈ സർപ്പക്കാവുകളുടെയൊക്കെ ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയത് ഈ നമ്മുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുക എന്നുള്ള ലക്ഷ്യത്തോടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ആ ചുറ്റുവട്ടത്തൊക്കെ അതിൻ്റെതായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നല്ല വായു കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഭൂമിക്കടിയിൽ ഏറ്റവും കൂടുതൽ ഈ ഭൂഗർഭ ജലം കെട്ടി നിൽക്കുന്നത് ഈ സർപ്പക്കാവുകൾക്കടിയിൽ തന്നെയാണ്. അപ്പൊ അതുപോലെയുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നതും വെള്ളം സംരക്ഷിക്കുന്നതും വായു സംരക്ഷിക്കുന്നതുമായ കാര്യങ്ങളാണ് അതിന്റെ പിന്നിലുള്ളത് എന്നാണ് ശാസ്ത്രീയമായ വശം. പക്ഷെ സർപ്പങ്ങളെ പൂജിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മളെ മതവിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ വളർത്തിയെടുത്തുള്ള ഒരു സംഭവമാണ്. ക്ഷേത്രങ്ങളിൽ പാമ്പുകൾക്ക് പ്രത്യേക പൂജയുണ്ട്. നമ്മുടെ ശിവന്റെ തലയിൽ തന്നെ പാമ്പാണ്, മൂർഖൻ പാമ്പാണ് നിൽക്കുന്നത്.
അപ്പോൾ പാമ്പുകളെ കൊല്ലരുത് എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പൊതുവെ പ്രചരിപ്പിക്കുന്നത്. മുമ്പ് പാമ്പിനെ കണ്ടാൽ, വിഷപാമ്പിനെ കണ്ടാൽ അപ്പൊ അടിച്ചു കൊല്ലും. പക്ഷെ പാമ്പുകളെ കൊല്ലരുത്, അതിനെ പിടിച്ചിട്ട് നേരെ കാടുകളിൽ കൊണ്ടിടുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. കാരണം പാമ്പുകൾക്ക് അവരെ ഉപദ്രവിച്ചാൽ മാത്രമാണ് അവരിങ്ങോട്ട് ഉപദ്രവിക്കുള്ളൂ. മൂർഖൻ പാമ്പ് മാത്രമാണ് പേടിച്ച് വന്ന് കടിക്കുന്നത് എന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മുടെ വീട്ടിലെ ഈ പാമ്പ് കയറി എന്ത് ചെയ്യും? പഠിച്ചു കൊല്ല അല്ലാതെ എന്താ മാർഗം? വീട്ടിനുള്ളിൽ കുട്ടികളെയും അതേപോലെ ആർക്കും വേണമെങ്കിൽ കടിയേൽക്കാം. ആ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ കേരളത്തിലൊക്കെ മുമ്പ് ഏത് വേനൽ ചൂടിലും നമുക്ക് ഈ മരങ്ങൾ കണ്ടമാനുണ്ടായിരുന്നു. ഇപ്പോൾ മരങ്ങൾ മുറിച്ച് കാട് വീടായി, അത് കോൺക്രീറ്റ് കെട്ടിടങ്ങളായി, കാട് നാടായി. ഇപ്പം പാമ്പുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അവരും നമ്മുടെ ഭൂമിയുടെ അവകാശികളാണ്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്ന പോലെ ഹുന്ത്രപ്പി പൂസോട്ടകളാണ്. കാരണം അവര് പാമ്പുകളും തേളുകളും അങ്ങനെയുള്ള സകലമാന ജീവികൾക്ക് അവകാശപ്പെട്ടാണ് ഭൂമി. പക്ഷെ നമ്മുടെ ഭൂമിയെ എല്ലാം കൂടെ മാറ്റിയെടുത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങളാക്കി മാറ്റുകയും സ്ഥലമില്ലാത്ത അവസ്ഥയുമായപ്പോൾ ഉള്ള സ്ഥലത്തിന് ഭയങ്കര ചൂടുകൂടി, മരങ്ങളില്ലാതായി, ആവാസ വ്യവസ്ഥ തകർന്നു. അപ്പോൾ ഈ പാമ്പുകളും അതേപോലെ അവര് പുതിയ ആവാസ വ്യവസ്ഥ തേടി വരികയാണ് ശരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്ന അതിന്റെ ശാസ്ത്രീയമായ സത്യം. അപ്പൊ അത്തരം സന്ദർഭത്തിൽ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. നമ്മുടെ ഒരു ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ, അതിൻ്റെ ഉള്ളിൽ പോലും വലിയ പാമ്പുകൾക്ക് വന്ന് കയറി കിടക്കാം എന്നുള്ളതാണ്. എന്തിന്? ഹെൽമെറ്റിന്റെ ഉള്ളിൽ പാമ്പ് കയറിയിട്ട് പിന്നെ തലയ്ക്കുള്ളിൽ പാമ്പിനെ വെച്ചിട്ട് പോയ ആൾക്കാരെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കര അപകടകരമായ സ്ഥിതിയിലേക്ക് പോകണം. പ്രത്യേകിച്ച് ഈ സമയത്ത് പാമ്പുകൾക്ക് വിഷം കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. ചൂടുള്ള സമയത്ത് പാമ്പുകൾക്ക് വിഷം കൂടും. പിന്നെ അവർക്ക് പെട്ടെന്ന് ഇതായി കഴിഞ്ഞാൽ, അവർ നമ്മൾ അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാൽ അവർ കടിക്കും. അവർക്ക് വേദനിച്ചു കഴിഞ്ഞാൽ കടിക്കും. പക്ഷെ ഇപ്പോൾ മൂർഖപാമ്പിനെ സംബന്ധിച്ചത് അതൊന്നും ഒരു പ്രശ്നമല്ല. മൂർഖപാമ്പ് ശബ്ദം അവരെ സ്വയം രക്ഷയ്ക്ക് വന്ന് കടിക്കുന്ന പാമ്പുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സർപ്പക്കാവുകളും അതേപോലെ അമ്പലങ്ങളിൽ പാമ്പുകളെ പൂജിക്കുന്നതുമായുള്ള ഐതിഹ്യങ്ങളിൽ ഇത്തരം പാമ്പുകൾ ചില മനുഷ്യരെ തേടി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ധാരാളം കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതില് വെറും അന്ധവിശ്വാസമാണോ, ശാസ്ത്രീയ വശങ്ങളുണ്ടോ എന്ന് നമ്മൾ പഠിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. സാറ് ഈ സർപ്പക്കാവിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ. അപ്പൊ അതില് നമ്മളെ ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിന് കാവുകൾക്കും കുളങ്ങൾക്കും എല്ലാം വലിയ പങ്കുണ്ട്. അപ്പൊ പണ്ട് സർപ്പക്കാവിനോടനുബന്ധിച്ച് മറ്റൊരു കുളം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ ഭൂഗർഭ ജലം ഏറ്റവും കൂടുതൽ കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് സർപ്പക്കാവുകളുടെ ഈ കേന്ദ്രം. മാത്രമല്ല അവിടെ ഈ നേരത്തെ പറഞ്ഞത് ശുദ്ധവായു ഇത്രയധികം നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളും വേറെയില്ല. അവിടെ കുളമുണ്ട്. അപ്പൊ ഈ കാവും കുളവും സംരക്ഷിക്കുക എന്നുള്ളത് മലയാളിയുടെ അല്ലെങ്കിൽ ഭാരതീയന്റെ ഒരു തത്വമായിരുന്നു. അത് നാഗാരാധനയായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം പാമ്പുകൾ വീട്ടിലേക്ക് എഴിഞ്ഞു കയറുന്ന ഒരു പതിവുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ 3 സെന്റിലും 2 സെന്റിലും ഒക്കെ ടൗണിലൊക്കെ 1.5 സെന്റിൽ വരെ ആളുകൾ വീട് വയ്ക്കുന്ന അവസ്ഥയായി മാറിക്കഴിഞ്ഞപ്പോൾ സർപ്പക്കാവുകൾ വരെ വെട്ടി മാറ്റി സർപ്പങ്ങളെയൊക്കെ എവിടെയെങ്കിലും ആവാഹിച്ചു കൊണ്ടുപോയിരുത്തി ആ സ്ഥലത്തൊക്കെ വീട് വയ്ക്കുന്ന ഒരവസ്ഥയായി. ഫലത്തിൽ ഇപ്പോ മനുഷ്യരൊഴികെ ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ നമ്മൾ മനുഷ്യന്റെ ആവാസ അതിജീവനത്തിന് വേണ്ടി നശിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ അവയ്ക്കൊന്നും ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. സാറ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കാര്യം പറഞ്ഞ പോലെ 1,900 ജീവജാലങ്ങളുള്ള ഈ ഭൂമിയിൽ മനുഷ്യൻ മാത്രം ജീവിച്ചാൽ മതി എന്നാണ് മനുഷ്യന്റെ ഒരു ധാരണ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ള ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടി അവർ കാട് വിട്ട് നാട്ടിലുള്ള ജീവജാലങ്ങൾ തന്നെ മനുഷ്യനെതിരെ തിരിയാൻ തുടങ്ങി. മനുഷ്യനെതിരെ തിരിയുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മാളത്തിലിരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇര കിട്ടുന്നില്ല. അവർക്ക് ഒരു കാരണവശാലും അവരുടെ ജീവസന്ധാരണം നടക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം തകിടം തെറ്റി അവർ മനുഷ്യന്റെ ആവാസ കേന്ദ്രങ്ങളിലേക്ക് എഴഞ്ഞു കയറാൻ തുടങ്ങി. അവിടെ മനുഷ്യനാണോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളാണോ എന്നുള്ളവർക്ക് നോക്കാൻ പറ്റുന്നില്ല. കടിയേൽക്കുന്നു, മരിക്കുന്നു. ഇതിന് പാമ്പുകളെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ നിൽക്കാതെ എങ്ങനെയാണ് ഈ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ, നമുക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ ഒരു ജീവിത രീതി അനുവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും പറയുക. വീടും പരിസരവും എല്ലാം പാമ്പുകൾക്ക് എഴഞ്ഞു കയറി ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള പൊത്തുകളോ മാളങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചു വെക്കുക. അല്ലെങ്കിൽ ചെറിയ ചെറിയ ചെടിച്ചട്ടികളിലൊക്കെ നമ്മൾ വളർത്തുന്ന ചെടികളും പുല്ലുകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി എല്ലാ ദിവസവും പരിപാലിക്കുക. അതിനിടയിലേക്ക് പാമ്പ് കയറി ഇരിക്കണ്ടോ എന്ന് നോക്കുക. അതുപോലെ വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ
അലക്ഷ്യമായി വേസ്റ്റുകൾ വലിച്ചെറിയുന്ന രീതി നിർത്തുക. ഈ വേസ്റ്റ് വലിച്ചെറിയുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി എലി, പെരിച്ചാഴി പോലുള്ള ജീവികൾ വരും. അങ്ങനെ ഇവയെ തേടി പാമ്പിന്റെ ഭക്ഷണമാണത്, പാമ്പ് വരും എന്നുള്ളതൊക്കെയാണ് പറയാൻ കഴിയുന്നത്. പിന്നെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ, വള്ളിപ്പടർപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ, അലങ്കാര ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അത് വീടിനോട് കൃത്യമായ അകലം പാലിച്ച് നിർത്തണം. അതിലൂടെയൊക്കെ രാത്രികാലങ്ങളിൽ ഈ ഇഴജന്തുക്കൾ, പ്രത്യേകിച്ച് വള്ളിക്കെട്ടൻ പോലുള്ള അല്ലെങ്കിൽ ശംഖുവരയൻ പോലുള്ള പാമ്പുകൾ രാത്രിയാണ് ഇര തേടി ഇറങ്ങുന്നതെന്ന് പറയുന്നത്. അതിങ്ങനെ ചുമരിലൂടെ എഴിഞ്ഞു കയറാൻ പ്രവണതയുള്ള പാമ്പാണെന്ന് പറയുന്നത്. ഇപ്പൊ അണലി, ചുരുട്ട എന്നൊക്കെ പറയുന്ന പാമ്പുകൾ കിടന്നിടത്ത് തന്നെ കിടക്കുകയുള്ളൂ, അതൊരു കാരണവശാലും ഭിത്തിയിലൂടെ എഴിഞ്ഞു വരില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ പാമ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ അപകടങ്ങളിൽ നിന്ന് നിർദ്ദേശം നൽകുന്ന വിദഗ്ധർ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്കൊരു പരിധിവരെ പാലിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, നേരത്തെ സാറ് പറഞ്ഞ പോലെ മറ്റു ജീവജാലങ്ങളെ തല്ലിക്കൊല്ലുന്ന ഒരു പ്രവണത നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് മാത്രമല്ല ഭൂമി അവർക്ക് കൂടി ഉള്ളതാണ്, അഥവാ അവരുടേത് കൂടിയാണ് ഈ ഭൂമി എന്നുള്ളത് മനസ്സിലാക്കി ഒരു ആവാസ വ്യവസ്ഥയിലൂടെ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ശല്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അതായത് ഈ സർപ്പക്കാവുകളിൽ ഈ പാമ്പുകൾ മാത്രമല്ല, വെള്ളം മാത്രമല്ല, നമ്മുടെ വായു മാത്രമല്ല, പക്ഷിമൃഗാദികൾക്കും ഉള്ള ഒരു ആവാസ വ്യവസ്ഥയായിരുന്നു. എന്തെല്ലാം പക്ഷികളുണ്ടെന്ന് വിചാരിച്ചത്, അവർക്ക് താമസിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥയും കൂടെ ആയിരുന്നു അത്. ഇപ്പൊ അത് ഇല്ല, ഒക്കെ വെട്ടിമാറ്റി അവർക്ക് ജീവിക്കാൻ പറ്റാതെയായി. അപ്പോ ഇതിന്റെ ഒരു പ്രകൃതിയുടെ തിരിച്ചടികളാണ്. പ്രകൃതിയെ നമ്മൾ എത്രമാത്രം കീറി മുറിക്കുന്നോ, നശിപ്പിക്കുന്നോ, തിരിച്ചടികളും നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതിന്റെ തിരിച്ചടികളുടെ ഭാഗമാണ് ഈ പാമ്പുകള് പിന്നെ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി വരുന്നതും. അവിടെ ഒരു നല്ല സ്ഥലമാണെന്ന് കണ്ടെത്തി അവിടെ തണുപ്പും മറ്റുള്ള സ്ഥലം നോക്കി അവിടെ വരുന്നു. ചൂടായി കഴിഞ്ഞാൽ പാമ്പ് ഭൂമിക്കടിയിൽ നിന്ന് ഒരു മാളത്തിൽ നിന്ന് പുറത്തേടും. കാരണം ചൂട് കൂടി ഭൂമി ചൂടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 42-48 ഡിഗ്രി വരെയൊക്കെയാണ് കേരളത്തിലെ ചൂട് എന്ന് പറയുന്നത്. ഒരിക്കലും അവർക്ക് ഭൂമിക്കുള്ളിൽ താഴെ ഈ ചൂട് വെച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. അവർ തണുപ്പ് തേടി പുറപ്പെടും. അത് സ്വാഭാവികമാണ്. സാറോട് മറ്റൊരു കാര്യം കൂടി ഒന്ന് ചേർത്ത് സന്ദർഭോചിതമായിട്ടൊന്ന് പറയട്ടെ. അതായത് മുൻപ് രാജനീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്, യഥോ രാജ തഥോ പ്രജ എന്നാണ് പറയുന്നത്. രാജാവ് എങ്ങനെയായിരിക്കും അതുപോലെയായിരിക്കും പ്രജകളുടെ ക്ഷേമം ഉണ്ടാകുക. അപ്പോൾ ഒരു രാജാവ് അദ്ദേഹത്തിന്റെ കർമ്മപഥങ്ങളിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭരണം നടക്കുമ്പോൾ ആ രാജ്യത്തുണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് ഭരണാധികാരിയുടെ കർമ്മദോഷങ്ങളെല്ലാം അനുഭവിക്കേണ്ട അവസ്ഥ ആ രാജ്യത്തുള്ള പ്രജകൾക്കുണ്ടാകും എന്നാണ് പറയുന്നത്. രാജാവ് ശരിയായ രീതിയിൽ ഭരിച്ചില്ല എന്നുണ്ടെങ്കിൽ രാജ്യത്ത് ദുരിതങ്ങൾ ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും, രോഗങ്ങളുണ്ടാവും. അതുപോലെ ഇതുപോലുള്ള വന്യജീവികളുടെ അല്ലെങ്കിൽ പാമ്പ് പോലുള്ള മറ്റുള്ള ജീവികളുടെ എല്ലാം അതിക്രമങ്ങളുണ്ടാവും, പ്രളയം ഉണ്ടാവും, അതുപോലെ അത്യുഷ്ണം ഉണ്ടാവും, മാരക പകർച്ചവ്യാധികൾ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയ ഒരു കാലം നമ്മൾ പുറകിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഇതെല്ലാം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് 10-ാമതായിരുന്നു. അതായത് വിഷു കഴിഞ്ഞ് മേടസംക്രമം കഴിഞ്ഞ് 10-ാം ദിവസത്തിനാണ് 10-ാം ഉദയം എന്ന് പറയുക. പകലും രാവും ഒരേ തുല്യ പകുതിയായിട്ട് വരുന്ന ദിവസത്തിനാണ് 10-ാം ഉദയം എന്ന് പറയുക. രവി, അതായത് സൂര്യനാണ് 10-ാം ഉദയത്തിലെ ക്ഷേത്രം. സൂര്യൻ ഏറ്റവും കൂടുതൽ അത്യുച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയമാണ് 10-ാം ഉദയം. ഈ സമയത്ത് തന്നെയാണ് നാഗദേവതകൾക്ക്, സർപ്പദേവതകൾക്ക് 100 പാലും കൊടുക്കുക എന്നൊരു ചടങ്ങ് കൂടിയുള്ളത്. എന്തായാലും നമ്മുടെ ദൗർഭാഗ്യവശാൽ ഈ സമയത്ത് തന്നെയാണ് കേരളത്തിൽ ഇത്തരം പാമ്പ് മൂലമുള്ള കടികളേറ്റ് ആളുകൾ മരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇതിനൊക്കെ തമ്മിൽ നമ്മൾ ശാസ്ത്രീയമായി ബന്ധിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതൊക്കെ യാദൃച്ഛികം തന്നെയാണ്. ഒരു കാര്യം ശരിയാണ്, ഇപ്പൊ നാട് ഭരിക്കുന്ന ആളുടെ ക്ഷേമം, ജനങ്ങളുടെ ക്ഷേമം അനുസരിച്ച് ഭരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നാട്ടില് ദുഃഖങ്ങളും ദുരിതങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകും, അത്യുഷ്ണം ഉണ്ടാകും എന്നുള്ളത് വളരെ ശരി തന്നെയാണ് എന്ന് വേണം കഴിഞ്ഞ കാല സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഇക്കാര്യത്തിൽ സാറിന് കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധിക്കും? അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന്റെ ഭൂപടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാലാകാലങ്ങളായി സംരക്ഷിച്ചു കൊണ്ടിരുന്ന സ്ഥലങ്ങളെല്ലാം വെട്ടി മാറ്റപ്പെടുകയോ തകർക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വയലുകൾ ഇഷ്ടപ്രകാരം മണ്ണിട്ട് തൂർക്കാനുള്ള ഗുണ്ടാ മാഫിയകളായി മാറി പിണറായി വിജയന്റെ കിങ്കരന്മാര്. പാറമടകൾ പൊളിച്ചു മാറ്റാൻ അവർ ഏജന്റ്മാരായിരുന്നു. അപ്പൊ ഇതുപോലെ കാട് വെട്ടി വലിയ മരങ്ങൾ വെട്ടി മാറ്റുന്നതിൽ വളരെ രഹസ്യമായ ഗൂഢപദ്ധതി അരങ്ങേറി. അങ്ങനെ കേരളത്തിന്റെ ആവാസ വ്യവസ്ഥ കംപ്ലീറ്റ് മാറ്റപ്പെട്ടു. മാത്രമല്ല നമ്മള് പുതിയ സിൽവർ ലൈൻ വരാൻ വേണ്ടി പ്ലാൻ ഇട്ടപ്പോൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? നമ്മളെ മലകളൊക്കെ ഇടിച്ചിട്ട് തകർത്തിട്ട് മണ്ണ് കൊണ്ടിടാൻ പോവുകയാണ്. ഇപ്പോഴും തന്നെ റോഡിന് വേണ്ടിയിട്ടുള്ള മണ്ണ് കേരളത്തിൽ എവിടെയും കിട്ടാനില്ല, തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്.
അങ്ങനെയുള്ള സ്ഥലത്താണ് സിൽവർ ലൈൻ കൂടി വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? കേരളം രണ്ടായി വെട്ടി മണ്ണില്ല. അപ്പൊ മണ്ണ് കിട്ടാത്തത് കൊണ്ടാണ് പല സ്ഥലത്തും മുണങ്ങി കിടക്കുന്ന ഇത്. എത്ര ഉയരത്തിലാണ് മണ്ണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്? നമ്മൾ അതിനുള്ള മണ്ണുണ്ടോ? നമ്മൾ പ്രകൃതി സന്തുലനാവസ്ഥ തകരാറാവുകയാണ്. അപ്പൊ ആ തകരാറാവുമ്പോ നമ്മള് നേരിടുന്ന ഭവിഷ്യത്ത് ചെറുതൊന്നുമല്ല. വെള്ളപ്പൊക്കം, ഒരു മഴ പെയ്താൽ മതി, കംപ്ലീറ്റ് വെള്ളത്തിനടിയിലാകും. അതേപോലെ അവിടെ താമസിച്ചിരുന്ന ഇതേപോലെയുള്ള ജീവികൾക്കൊക്കെ തന്നെ വേറെ സ്ഥലങ്ങൾ തേടി പോകേണ്ടി വരും. അങ്ങനെ പലതരത്തിലുള്ള ദുരന്തങ്ങളാണ് നമ്മളിതാവുന്നത്. നമ്മൾ പണ്ട് കാലത്ത് ഈ ക്ഷേത്രങ്ങളും അതേപോലെ സർപ്പക്കാവുകളൊക്കെ ഉണ്ടാക്കിയത് കൃത്യമായിട്ട് ഈ ആവാസ വ്യവസ്ഥ കൂടി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പാമ്പുകളെ പൂജിക്കുക, അതേപോലെ ഇതുപോലുള്ള പൂജകളെ നടത്തുന്നത് വെച്ചാൽ നമ്മുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെട്ട് നമ്മുടെ ഇവിടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക, എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക, ശുദ്ധവായു വിട്ട ആ വിശ്വാസത്തിനുള്ളിൽ കൂടിയാണ് അതൊക്കെ ചെയ്തത്. അതിൽ ചിലപ്പോൾ നമ്മൾ ചില ശാസ്ത്രീയ വശങ്ങൾ ഉണ്ടായിരിക്കാം. ഈ പാമ്പുകൾ നിരന്തരമായി ഒരു വീട്ടിൽ തന്നെ 5 പാമ്പുകളെ കാണാന്ന് പറഞ്ഞത് നമ്മൾ ഒന്നിനല്ല, 2 അല്ല, 3 അല്ല, 4, 5 അതിനകത്തൊക്കെ ചില ശാസ്ത്രീയ വശങ്ങളുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ട്. നമ്മളത് ചിലപ്പോൾ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊക്കെ കാണുന്നതായിരിക്കാം. നമ്മൾ പണ്ട് കാലത്ത് അത്തരം വിശ്വാസങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ചില സ്ത്രീകളെ തേടി പാമ്പുകൾ വന്നതായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം കഥകളിലൊക്കെ തന്നെ ചില ശാസ്ത്രീയ വശങ്ങളും ഉണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ ഈ വീട്ടിൽ 5 പാമ്പുകൾ വന്നത്? സാറേ, ഈ ഹൈന്ദവ പുരാണമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോ ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത് അനന്തൻ എന്ന് പറയുന്ന നാഗത്തിന്റെ ആ ഭണത്തിന് മുകളിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഒരു വഴിക്കുണ്ട്. പക്ഷെ ഒരു കാര്യം എന്തായാലും തീർച്ചയാണ്, ഈ സകല ജീവജാലങ്ങളും ചേർന്നുള്ള ഒരു സർക്കിളാണ്, സൈക്ലിംഗ് ആണ് ഈ ലോകം. അപ്പോൾ ഒന്നൊന്നിന് ഭീഷണിയാവാതെ, ഒന്നൊന്നിന് ദോഷകരമാകാതെ ജീവിക്കുക എന്നുള്ളതിന് സംസ്കാര സമ്പന്നൻ, ഭൂമുഖത്തെ ഏറ്റവും സംസ്കാര സമ്പന്നൻ എന്ന് അവകാശപ്പെടുന്ന മനുഷ്യന് തന്നെ അതിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും. അപ്പം മനുഷ്യൻ വേണം ഇത്തരം ജീവജാലങ്ങളെല്ലാം സംരക്ഷിക്കാൻ. ആ ഒരു ആവാസ വ്യവസ്ഥ പുലരണം എന്ന് വെച്ചുകൊണ്ട് കാടും മലയും കടലും മണ്ണും എല്ലാം നിലനിൽക്കണം എന്ന് മനസ്സിലാക്കി മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എത്ര കാലം കേരളം ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. കാരണം കടൽ കയറിക്കൊണ്ടിരിക്കുന്നു, മലകളൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 10 വർഷം കൊണ്ട് അങ്ങനെ ഒരു അസുരൻ വന്ന് നമ്മളെ കേരളത്തെ ഭരിച്ച് കംപ്ലീറ്റ് മുച്ചോട് നശിപ്പിച്ചിരിക്കുകയാണ്. പ്രകൃതിയില്ല, നമ്മുടെ മറ്റുള്ള മാർഗങ്ങളും വഴി മുട്ടിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും ഒരു അലംഭാവം ഉണ്ടെങ്കിലും, ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെങ്കിലും ഇപ്പോ ഇനിയും പാമ്പ് കടിയേറ്റ് ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ആന്റിബയോട്ടിക്കെങ്കിലും കൃത്യമായിട്ട് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് മന്ത്രി ചെയ്യട്ടെ എന്ന് നമുക്ക്. അങ്ങനെ ആരോഗ്യമന്ത്രി ഉണ്ടെങ്കിലല്ലേ അവർക്ക് കഴുത്തുളുക്കി എവിടെയോ കിടപ്പാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു ക്ഷേമം ഉണ്ടാകട്ടെ. ഇനി ഒരിക്കലും ആരും പാമ്പ് കടിച്ച് മരിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം.